ഹലോ ഗൈസ്, നമസ്കാരം. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓസ്ട്രേലിയൻ പി ആറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് നമുക്ക് പി ആർ കിട്ടുന്നത് എന്നുള്ളത്. ഇത് പറയുകയാണെങ്കിൽ ഒരു പോയിൻ്റ് ബേസ് സിസ്റ്റത്തിലാണ് ഓസ്ട്രേലിയൻ പി ആർ നമുക്ക് കിട്ടുന്നത്. അത് ഓഫ് ഷോർ ആണെങ്കിലും ഓൺ ഷോർ ആണെങ്കിലും എല്ലാം സെയിമാണ്. നമുക്ക് പോയിൻ്റ് മിനിമം സ്കോർ അച്ചീവ് ചെയ്യാനായിട്ട് 65 സ്കോർ വേണം. 65 ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ പരിപാടിക്ക് മുന്നോട്ട് പോയാൽ മതി. കാരണം അതാണ് റിക്വയർമെൻറ്റ്. നമ്മൾ സാധാരണ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ടൊരു ഏജൻസിക്ക് പൈസ കൊടുക്കും. ഏജൻസി എന്തെങ്കിലുമൊക്കെ പറയും, അങ്ങനെ ചെയ്യുക. അങ്ങനത്തെ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. ഞാൻ ഇത് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ടും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ, നമുക്ക് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, ഇമിഗ്രേഷൻ അക്കൗണ്ട്. അതിൽ കയറിയിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള അവർക്ക് റിക്വയർമെൻ്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട്. ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ IELTS, എക്സ്പീരിയൻസ്, ഏജ് ഫാക്ടർ, അങ്ങനെ 2-3 കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മിനിമം 65 സ്കോർ കിട്ടുകയാണെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ 65 കിട്ടാനായിട്ട് നമുക്ക് കിട്ടിയാൽ പോലും നമുക്ക് IELTS നമുക്ക് 6 മിനിമം മാൻഡേറ്ററി ആണ്. ഈ IELTS 6 കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് അടുത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ രണ്ടാമതൊരു പോയിന്റ് പറയാനുള്ളത്, ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ്റെ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്കോറുകളുടെ വെച്ചിട്ട് ടോട്ടൽ സ്കോർ എത്രയാണെന്ന് അറിയാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷൻ ഈ കഴിഞ്ഞ 1-2 പ്രാവശ്യത്തെ ഹിസ്റ്ററീസ് എടുത്ത് നോക്കാനായിട്ട് സാധിക്കും. ആ ഹിസ്റ്ററീസ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഫോർ എക്സാമ്പിൾ ഒരു നേഴ്സാണെങ്കിൽ നേഴ്സിനുള്ള മിനിമം സ്കോർ കഴിഞ്ഞ പ്രാവശ്യം അവർ എത്ര സ്കോറിലാണ് വിളിച്ചിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ 70 സ്കോറിലാണ് അല്ലെങ്കിൽ 75 സ്കോറിലാണ് ഇപ്പോൾ നമ്മൾ വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചോ. നിങ്ങൾക്ക് ആ സ്കോർ അച്ചീവ് ചെയ്യാനായിട്ട് IELTS ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ എൻജിനീയർമാരോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യം ഏത് പ്രൊഫഷൻ ആണെങ്കിലും സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ നമ്മുടെ ഓക്യുപ്പേഷൻ ഉണ്ടോ എന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് അത് അവിടുത്തെ ഗവൺമെൻറ്റായിട്ട്, ഫോർ എക്സാമ്പിൾ എൻജിനീയേഴ്സ് ഓസ്ട്രേലിയ, നമ്മുടെ എൻജിനീയേഴ്സിന് വേണ്ടത് എൻജിനീയേഴ്സ് ഓസ്ട്രേലിയ ആണ്. അതുമായിട്ട് ഇക്വലൻസി മേടിക്കുക. ഈ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഇക്വലൻസി മേടിക്കുവാൻ വേണ്ടിയിട്ട് മിനിമം നമുക്ക് IELTS 6 വേണം. സോ അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS ഓർ PTE രണ്ടാണെങ്കിലും മിനിമം 6 സ്കോർ ഉണ്ടെങ്കിൽ ആണ് നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവർ ആദ്യം അത് അച്ചീവ് ചെയ്യാൻ നോക്കുക. പിന്നെ 6 കഴിഞ്ഞിട്ട് 7 ഒരു 10 പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. 8 ആണെങ്കിൽ 10 പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ ഓരോരുത്തരുടെ